കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ വിസ്മയത്തിൽ മുഴുകിലോ വിസ്മൃതിയിൽ തുടരും യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ മുന്തിരി നീരാ മേയും പുൽത്തൊഴുത്തേ മർത്യനായി ജന്മമേകീശൻ കാലികൾ മേയും പുൽത്തൊഴുത്തേ മർത്യനായി ജന്മമേകീശൻ മെഴുതിരി നാളം പോലെയും വെളിച്ചമേകി ജഗത്തിനും മെഴുതിരി നാളം പോലെയും വെളിച്ചമേകി ജഗത്തിനും ആഹാ ഞാനെത്ര ഭാഗ്യവാൻ ആഹാ ഞാനെത്ര ഭാഗ്യവാൻ യേശുവൻ ജീവനെ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ മുന്തിരി നീരാ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ യൂണിറ്റിൻ്റെ ഈ വർഷത്തെ യൂണിറ്റ് പ്രാർത്ഥനയും പുരുഷൻ്റെ വഴി പ്രാർത്ഥനയും ഒക്കെയാണ് ഇന്ന് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. വളരെ പ്രത്യേകമായി ഈ വർഷം ജൂബിലി വർഷത്തിൻ്റെ മംഗളങ്ങളെ അവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. അതിലുപരി ജോഷിയച്ചൻ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ്. അച്ഛനെ സ്നേഹപൂർവ്വം 22ാം യൂണിറ്റിൻ്റെ പേരിലുള്ള ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുക. ഈ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ പുതിയ കമ്മിറ്റി അംഗങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി ഈ യൂണിറ്റിൻ്റെ കമ്മിറ്റി 4 വർഷമായി 2 തവണയായി ഈ യൂണിറ്റിൻ്റെ കമ്മിറ്റി അംഗമായി യൂണിറ്റിനെ പ്രതികരിക്കുകയും നമ്മുടെ എല്ലാ വിശ്വാസപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും യുബ്രേസ്യ യൂണിറ്റിനെ നിങ്ങളോടൊപ്പം നിൽക്കാനും എനിക്ക് സാധിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വാദ്യപ്പള്ളി ജോണിച്ചേട്ടനും റാണിയും കമ്മിറ്റി അംഗങ്ങളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വർഷവും കുരിശിൻ്റെ വഴി പ്രാർത്ഥന 2 ആഴ്ച നമ്മൾ പൂർത്തിയാക്കി. തിങ്കളാഴ്ച പതിവ് പോലെ നമ്മുടെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ഉണ്ടാവും. അങ്ങനെ എല്ലാ വർഷങ്ങളിലും നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ കൂട്ടായ്മ 22ാം യൂണിറ്റിൻ്റെ കൂട്ടായ്മ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ പെരുന്നാൾ ആഘോഷത്തിൽ നമ്മുടെ കെണിച്ചിടവകയിൽ പല യൂണിറ്റുകളും ആരംഭിച്ചിരുന്ന അമ്പെഴുന്നള്ളിപ്പ് കഴിഞ്ഞ 20 വർഷമായിട്ടും മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ 22ാം യൂണിറ്റ് മാത്രമാണ്. അത് വളരെ അഭിമാനകരമായ ഒരു സംഭവമായിട്ട് തന്നെ അത് നമുക്ക് മാത്രമല്ല മറ്റ് മതസ്ഥരായ സഹോദരങ്ങളും അത് പങ്കുവയ്ക്കാറുണ്ട്. അതിൽ ഒക്കെ നിങ്ങളുടെ പങ്കാളിത്തം സഹകരണം എല്ലാം ഉണ്ട്. ഇപ്പോൾ പുതിയ കമ്മിറ്റി അംഗങ്ങൾ അടുത്ത മാസം അല്ലെങ്കിൽ പുതിയ പൊതുയോഗത്തിന് ശേഷം പുതിയ കമ്മിറ്റി അംഗങ്ങൾ ചുമതലയേൽക്കും. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിരുന്നത് പോലെ നമ്മൾ കമ്മിറ്റിക്കാരോ ആളുകളോ ഒന്നും മാറുന്നതല്ലോ. നമ്മളാകെ 15-16 കുടുംബങ്ങളാണ്. അപ്പോൾ ഒരുമിച്ച് നമ്മുടെ കൂട്ടായ്മ പ്രാർത്ഥനകളിലും കുടുംബ പ്രാർത്ഥനകളിലും കുരിശിൻ്റെ വഴിയിലും ജപമാലയിലും ഒക്കെ നമ്മൾ ഭംഗിയായിട്ട് അത് ചിലവഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കുടുംബത്തിനും ഈ യൂണിറ്റിൻ്റെ കൂട്ടായ്മ ഒരുപോലെ ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദി ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ഈ പ്രാർത്ഥന വളരെ ഭംഗിയായിട്ട് നമുക്കിവിടെ നടത്താൻ ഷിജു ആദ്യം തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ആരും വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കരുത്, ചിലർക്ക് ഒരാഴ്ചത്തേക്ക് പോലും ഭക്ഷണം ഉണ്ടാക്കേണ്ട എന്നുള്ള ആലോചനയിലാണ്. ഏതായാലും ഷിജു വളരെ കാര്യക്ഷമമായിട്ട് ഈ പ്രാർത്ഥന ഏറ്റെടുക്കുകയും നമുക്കിന്ന് അത്താഴം ഒരുക്കിയിട്ടുണ്ട്. ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും, മഞ്ജുവിനും മക്കൾക്കും എല്ലാം സ്നേഹപൂർവ്വം
പേരമെൻ്റ് എല്ലാവർക്കും സ്നേഹപൂർവ്വം 22 യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹപൂർവ്വം ആശംസിക്കുക. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അഞ്ജലി സിസ്റ്റർ രണ്ടുപേരും നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് നമ്മളോടൊപ്പമായിരിക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മുടെ യൂണിറ്റിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ഏറെ സ്നേഹപൂർവ്വം 22 യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുക. പുതിയ കമ്മിറ്റി അംഗങ്ങൾ ആരാണ് എന്നറിയില്ല, തിരഞ്ഞെടുക്കപ്പെടുന്നവരാണെന്നുള്ളത് അറിയില്ല. ആരാണെങ്കിലും നമ്മുടെ 22 യൂണിറ്റിൻ്റെ എല്ലാ പിന്തുണയും നമുക്ക് അവർക്ക് വാഗ്ദാനം ചെയ്യാം. ഒപ്പം അടുത്ത 2 വർഷങ്ങളിലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും ഈ യൂണിറ്റിൻ്റെ കൂട്ടായ്മ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് ദൈവം അവരെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ജൂബിലിയുടെയും മംഗളങ്ങൾ. നമ്മളെ അച്ഛൻ ആദരിച്ചു, നമുക്ക് അച്ഛനെ ആദരിക്കണ്ടേ? എല്ലാവരുടെയും പെരുന്നാളിൻ്റെ ആശംസകൾ പറഞ്ഞോ.